വോട്ടുകെട്ടലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഗുരുവായൂർ മണ്ഡലമാണ് ഇന്ന് പരിശോധിക്കുന്നത്. വലിയ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥി ചില പോസ്റ്റർ പ്രചാരണം നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ ഉയർന്നു. അത് ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിലെത്തി. അങ്ങനെ വലിയ വിവാദങ്ങൾ ഗുരുവായൂർ മണ്ഡലത്തിൽ ഇത്തവണ സജീവമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും ഗുരുവായൂർ മണ്ഡലം മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് സജീവമായി ചർച്ചയായ മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ ഗുരുവായൂർ ആര് പിടിക്കും, ആർക്കൊക്കെയാണ് സാധ്യത, വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ, അങ്ങനെ ഒരു വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് ഏതായാലും ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പോകാം. എൻ്റെ അടുത്തിപ്പം ആൽവിനും ER രാഗേഷുമുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ചർച്ചയായത് BJP സ്ഥാനാർത്ഥിയുടെ പട്ടിക തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത്തവണ BJP തന്നെയാണ് സജീവ ചർച്ചയിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് സ്വാഭാവികമായും BJP സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെയാണ്. എന്താണ് ഒരു ഗുരുവായൂരിൻ്റെ ഒരു നിലവിലെ ഒരു സ്ഥിതി? ഗുരുവായൂരിലൊരു മാറ്റം സാധ്യമാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടോ? അസു പറഞ്ഞതിനോട് തുടങ്ങാം. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി ഇല്ലാത്തതായിരുന്നു ചർച്ചയെങ്കിൽ ഇത്തവണ സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് ചർച്ചകൾ. ഗുരുവായൂരിലേക്ക് വരികയാണെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ LDFന് വലിയ തകർച്ച ഉണ്ടായപ്പോഴും LDF തകരാതെ നിന്ന ഒരു ജില്ല എന്ന് പറയുന്നത് യഥാർത്ഥ തൃശ്ശൂർ ജില്ലയാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് വോട്ടിംഗ് ആണല്ലോ പൊതുവെ പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 30 ഡിവിഷനുകളിൽ 21 LDF ആണ് വിജയിച്ചത്. അതൊരു കംഫർട്ടബിൾ മാർജിൻ. ഇപ്പോൾ മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10-11 സീറ്റുകളിൽ LDFന് വ്യക്തമായ ആധിപത്യം ഉള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ചാലക്കുടി മാത്രം പോയി. അതിനു മുൻപ് വടക്കാഞ്ചേരി മണ്ഡലം അവിടുത്തെ പ്രാദേശിക കാരണങ്ങൾ കൊണ്ട് 43 വോട്ടിന് അനിലക്കര വിജയിക്കുന്നു. ഗുരുവായൂരിനെ കുറിച്ച് വരികയാണെങ്കിൽ ഒരു കാലത്ത് ലീഗ് തുടർച്ചയായി ജയിക്കുകയും എന്നാൽ പിന്നീട് തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സീറ്റാണ്. പ്രത്യേകിച്ച് 96-ൽ PT കുഞ്ഞോമുദ് എന്ന സ്വതന്ത്രനെ പരീക്ഷിച്ചാണ് ആ മണ്ഡലം LDF പിടിക്കുന്നത്. അതിനുശേഷം 2001-ലെ UDF തരംഗത്തിൽ ആ മണ്ഡലം PK ബാവ തിരിച്ചു പിടിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി LDF വിജയിച്ചു. KB അബ്ദുൽ ഖാദർ തുടർച്ചയായി 3 തവണ MLA ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ NK അക്ബർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സംഘടനാ തലത്തിൽ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ഈ ഗുരുവായൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ കണക്കുകൾ നോക്കുമ്പോഴും തിരിച്ചടി പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2 പ്രധാനപ്പെട്ട നഗരസഭകൾ ഗുരുവായൂരും ചാവക്കാടും നിലനിർത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ വോട്ട് കണക്ക് നോക്കുമ്പോഴും ഭൂരിപക്ഷം LDFനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ച് ആശാവമാണ്. CH റഷീദാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി വരുന്നത്. അദ്ദേഹം നേരത്തെ 2006-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിലെ പൊതുവെ നിർണയിച്ചത് ഒരു കൊലപാതകമായിരുന്നു. അന്ന് ആണ് KP വത്സലൻ കൊലപാതകം. ഏതാണ്ട് ഇതേപോലെ ഒരു ഏപ്രിൽ 7-ാം തീയതിയാണെന്ന് ഞാൻ ഓർക്കുന്നത്. 7-ാം തീയതിയാണ് ചാവക്കാട് നഗരസഭാ ചെയർമാനായിരുന്ന KP വത്സലൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ അതേപോലെ വിഷയമായിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന CH റഷീദ് തന്നെയാണ് ഇത്തവണ വീണ്ടും ലീഗിനായി അവിടെ മത്സരിക്കുകയും ചെയ്യും. ആൽവിന് കോൺഗ്രസിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഗുരുവായൂർ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ളത്. ഇത്തവണയും സജീവ ചർച്ചയായിരുന്നു. DCC പ്രസിഡന്റ് തന്നെ അത് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് മത്സരിച്ചാൽ കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കണക്ക് എനിക്ക് പറയാനുള്ളത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. എല്ലായിടത്തും പിന്നോട്ട് പോയപ്പോൾ ഒരു ഗുരുവായൂരിലാണ് K മുരളീധരൻ 1ാം സ്ഥാനത്ത് വന്ന മണ്ഡലം 37% വോട്ട് പിടിച്ചു. അങ്ങനെ ഒരു മണ്ഡലം, അത് കോൺഗ്രസ് മത്സരിച്ചാൽ കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം, അത് ഇത്തവണയും ചർച്ചകളിൽ തീരുമാനമാകാതെ ലീഗിന് കൊടുക്കുന്നു. അപ്പോൾ ഇത്തവണയും ആ ഒരു പ്രതിസന്ധി UDFന് മുമ്പിൽ ഉണ്ടാവുമോ? ഇത്തവണയും ഈ ഉഭയകക്ഷി ചർച്ചകൾ UDFനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പോലെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് പൂർത്തിയാക്കുന്നത്. അവിടെ ജോസഫ് ഗ്രൂപ്പുമായി ജോസഫ് വിഭാഗത്തിലെ 2 സീറ്റുകൾ ഏറ്റെടുക്കുമെന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലീഗുമായി ഗുരുവായൂർ സീറ്റ് വെച്ച് മാറാം എന്നുള്ളൊരു ചർച്ചയിലേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പക്ഷേ അവസാനത്തെ ഒരു ചർച്ചയിൽ അത് ഉരുത്തിരിയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അത് കോൺഗ്രസ് വേണ്ട എന്ന് പറയുകയും പിന്നീട് ലീഗ് തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. CH റഷീദ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അവിടെ മത്സരിപ്പിക്കാൻ ഇറങ്ങുന്നത്. ഇതിൽ അനുകൂല ഘടകം UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ഉണ്ടായ ആ നേട്ടം, ആ മുന്നേറ്റം, മറ്റ് തൃശ്ശൂർ സുരേഷ് ഗോപിയോട് മത്സരിക്കുമ്പോൾ തൃശ്ശൂരിലെ മറ്റൊരിടത്തും കിട്ടാത്ത ലീഡ് ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ 7406 വോട്ടിൻ്റെ ലീഡ് അവിടെ K മുരളീധരന് ലഭിച്ചു എന്നുള്ളതാണ്. പിന്നീട് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും വീണ്ടും UDFന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. കാര്യം വലിയ മുന്നേറ്റമുണ്ടാക്കിയ മേഖലകളാണ് തൃശ്ശൂരിലെ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായത്. പക്ഷേ മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കിയാൽ 2281 വോട്ടിൻ്റെ ലീഡായി LDFൻ്റെ ലീഡ് കുറഞ്ഞു. LDFന് 1281 വോട്ട്. അതാണ്. എന്നിട്ടും LDFന് അത്രയും ശക്തമായ കോട്ടയുള്ള സ്ഥലമാണ്.
അവിടെയാണ് 1280 ഡിവിഷൻ കടപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഞാൻ മനസ്സിലാക്കുന്നത് UDF ആണ് വിജയിച്ചത്. പിന്നെ അതുപോലെ ചില പഞ്ചായത്തുകളുണ്ട്. ഇപ്പോൾ കടപ്പുറം ഒക്കെ പറയുന്നത്, കടപ്പുറം പഞ്ചായത്തൊക്കെ പറയുന്നത് ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ ലീഡ് കണക്ക്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെയും ഈ വോട്ടിൻ്റെ കണക്ക് വരുമ്പോൾ ചെറിയ ആത്മവിശ്വാസം അവിടെ UDF ഉണ്ട്. പിന്നീട് അത് സ്ഥാനാർത്ഥി വഴി അത് വലിയ ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. കഴിഞ്ഞ തവണ 2021 KN ഖാദർ മത്സരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ അയോഗ്യത, അത് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട നിവേദിത എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ട് അത് തള്ളിപ്പോകുന്ന കാരണം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പിട്ടില്ല എന്നുള്ള, സംസ്ഥാന പ്രസിഡന്റ് ഒപ്പിടാത്തൊരു പത്രിക അവിടെ വന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും സിമ്പിളായ ലോജിക്കാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒപ്പ് വേണ്ട, വിപ്പിന് വേണ്ടിയുള്ള ഒപ്പ് വേണ്ട ഉള്ള സംഗതി അതുപോലും തള്ളിപ്പോയി എന്ന് പറയുമ്പോൾ അന്ന് അവിടെ ഒരു ഡീൽ ആരോപണം UDF ഉന്നയിച്ചിരുന്നു. പിന്നീട് KN ഖാദർ എവിടെ എഴുതിയും കണ്ടിരുന്നു. അദ്ദേഹം KN ഖാദർ ഉന്നയിച്ചുകൊണ്ട് മാത്രം ഡീൽ ആരോപണം ഇല്ല, ഞാൻ പറഞ്ഞത് അന്ന് പിന്നീട് അവിടെ സ്വതന്ത്രനായി മത്സരിച്ച പ്രദീപ് എന്നാണ് അദ്ദേഹത്തിന് പേരെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 6000 വോട്ടുകൾ മാത്രമാണ് BJP പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ബാക്കി വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് KN ഖാദറും UDFും കഴിഞ്ഞ കണക്കിൽ ആ വോട്ട് KN ഖാദറിന്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 7000 അല്ല. ആ ചോദ്യത്തിന് ഉത്തരം 2021 മാർച്ച് 21 അന്ന് BJP നേതാവും രാജ്യസഭാ എംപിമാർ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയായ AN ഷംസീർ ഒരു കാരണവശാലും ജയിക്കരുത്. ഗുരുവായൂരിൽ UDF മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ KN ഖാദർ ജയിക്കണം. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി, രാജ്യസഭ MP ആയിരുന്നു സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി ആ ഇലക്ഷൻ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് ആർക്കാണെന്നുള്ളത്. അപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ അവിടെ പരസ്യമായി തന്നെ മറ്റൊരു തരത്തിൽ അവർ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. 2016 കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു അയോഗ്യത അവിടെ വന്നു BJP സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ്. ഒന്ന്, അപ്പോൾ അന്ന് UDF ഉന്നയിച്ചതാണത്. UDF KN ഖാദർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലൊരു ഡീൽ ഉണ്ടെങ്കിൽ സംശയിച്ചു കൂടാഴികയില്ല എന്നതിന്റെ കണക്കാണ് പറയുന്നത്. കാരണം 2016 ലീഗിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 50,990 വോട്ട്. 2021 വരുമ്പോൾ അത് ഏതാണ്ട് 59,000 വോട്ടായിട്ട് മാറുകയാണ്. അതായത് 18,000 വോട്ടിനെ MK അക്ബർ വിജയിക്കുമ്പോഴും ഏതാണ്ട് 59,000 വോട്ട്, ഏതാണ്ട് 9,000 വോട്ട് കൂടുതലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ കണക്ക് നോക്കുമ്പോൾ തന്നെ എവിടെയാണ് ഡീൽ ആരോപണം നിലനിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും ആ വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഏതാണ് ഞാൻ പറഞ്ഞത് UDFന് അന്നത്തെ ഒരു ആരോപണമായി നിലനിൽക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തവണ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി വിഷം ചീറ്റുന്ന വർത്തമാനം പറയുമ്പോൾ അത് അവിടെയുള്ള ആളുകൾ അതെങ്ങനെ കാണുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. മാത്രമല്ല നമുക്കറിയാം സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോയൊരു മണ്ഡലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. 29% വോട്ട് മാത്രമേ സുരേഷ് ഗോപി നേടിയുള്ളൂ. കാരണം അന്ന് BJP കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ടുകൾ അവിടെ ഓൾറെഡി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. 29%. CPI 32ഉം കോൺഗ്രസ് 37% വോട്ടായിരുന്നു. അത്രത്തോളം വിജയസാധ്യത കുറഞ്ഞ എന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പയറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രചാരണം എന്ന രീതിക്കായിരിക്കും BJP അതിനെ കണ്ടേക്കുന്നത്. കാരണം വർഗീയ പരാമർശം നടത്തുക എന്ന് മാത്രമല്ല, ആ മണ്ഡലത്തിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയുടെ പേരുകൾ എടുത്തു പറഞ്ഞതുകൊണ്ട്, ഇവർ മത്സരിച്ചതുകൊണ്ട് അവിടെ ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നും എന്ത് ഗുണം എന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നം എന്ന് മാത്രമല്ല, ആ മണ്ഡലത്തിൽ തന്നെയാണ് പാലയൂർ പള്ളിയുള്ളത്. ആ പാലയൂർ പള്ളി ക്ഷേത്രമാണ് എന്നും അത് പൊളിച്ച് മറ്റേ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നും പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയ അതേ നേതാക്കൾ ഉള്ള പാർട്ടിയാണ്. നമുക്കറിയാം ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനം. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഹിന്ദു ഏകീകരണം ലക്ഷ്യമിട്ടായിരിക്കും ഗോപാലകൃഷ്ണൻ ഒരുപക്ഷെ അത് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UPയിലേക്കാണ് 80-20 എന്നൊക്കെ കേട്ടത്. അതിന് സമാനമായൊരു പരാമർശമായിട്ടാണ് യോഗി ആദിത്യനാഥാണ് 2022 UP ഇലക്ഷന് മുമ്പ് ഇത്തരം പരാമർശം നടത്തിയില്ല. അതിനോട് ചേർന്ന് നിൽക്കുന്ന വിഭജന രാഷ്ട്രീയം തന്നെയാണ് B ഗോപാലകൃഷ്ണൻ നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഗുരുവായൂർ മണ്ഡലം എന്ന് പറയുന്നത് അമ്പലം ചുറ്റിപ്പറ്റിയുള്ള സ്ഥലമല്ല. ഒന്നാമത്തെ കാര്യം അതിങ്ങനെ പരന്നു കിടക്കുന്ന ഏതാണ്ട് 2 നഗരസഭ, ഗുരുവായൂർ പോലെ തന്നെ അതിൽ ചാവക്കാട് നഗരസഭയുണ്ട്. ചാവക്കാട് നഗരസഭയിലൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതാണ്ട് 54% പിന്നീട് ചാവക്കാടിനോട് ചേർന്നാണ് മറ്റ് ഏങ്ങണ്ടിയൂരാവട്ടെ
അല്ലെങ്കിൽ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പുന്നൂർക്കുളം പുന്നൂരൊക്കെ തന്നെയുള്ള ഈ പറഞ്ഞ പ്രദേശങ്ങളെ കൂടിയിട്ടുള്ളതാണ് ഈ ചാവക്കാട്. അപ്പോൾ പേരാണ് മണ്ഡലത്തിന്റെ പേരാണ് ചാവക്കാടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഇത്രത്തോളം അങ്ങനെ രഹസ്യമായിട്ടൊക്കെ ഈ മതം പറഞ്ഞ് വോട്ടുപിടിക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ബി ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ചിരുന്ന സീറ്റ് അതായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നീട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിമ്മിക്ക് അദ്ദേഹം കാണിക്കുകയാണ് ഇതിലൂടെ ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല BJPക്ക് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു ശരാശരി വോട്ട് മാത്രമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ 2016 ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 25,000 വോട്ട് മാത്രമുള്ള ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. മത്സരിച്ചത് മാത്രമല്ല അത് വേറൊരു ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി വോട്ടുകൾ, അത് ഈ എങ്ങനെ വർഗീയത പറഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ വിഭജന രാഷ്ട്രീയം പറഞ്ഞാണെങ്കിലും പരമാവധി എങ്ങനെയും വോട്ട് നേടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം നമ്മൾ ഈ ഉത്തരേന്ത്യയിലേക്ക് കണ്ട അതേ മാതൃക ബി ഗോപാലകൃഷ്ണൻ തന്നെ നടത്തുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞ് ഞാനത് തിരുത്തില്ല എന്ന് നിലപാട് പറയുകയും ചെയ്തു. പിന്നീട് ഒരു ഫ്ലക്സ് ഒക്കെ വലിയ വെച്ച് ഇതൊക്കെ വെക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചാവക്കാട് നഗരസഭ തിരിച്ചു ചോദിക്കുകയാണ്. ചാവക്കാട് നഗരസഭ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള അവിടെ പക്ഷേ ഇത്തരം രാഷ്ട്രീയം ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അവിടെ ഇപ്പോൾ 2020 അവിടുത്തെ ചെയർപേഴ്സന്റെ പേര് ഷീജ പ്രശാന്ത് എന്നാണ്, CPMന്റെ ചെയർപേഴ്സന്റെ പേര്. അപ്പോൾ ആളുകൾ അത്തരത്തിൽ മതം നോക്കിയൊന്നല്ല വോട്ട് ചെയ്യുന്നത്. അത്രയും സെക്കുലറായ ആളുകളുള്ള സ്ഥലമാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. അവിടെയാണ് ഇത്തരത്തിൽ വിഭജന ഗോപാലകൃഷ്ണൻ തോന്നുന്നു. കാരണം ഈ മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഹിന്ദു സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വന്നാൽ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ യോജിക്കാത്ത ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിലോട്ടൊക്കെ ഇങ്ങനെ ഒരു നേതാവ് വരുമ്പോഴേ ആൾക്കാർ മനസ്സിലാക്കുകയില്ല. ഇതൊക്കെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇത്രത്തോളം ബോധമുള്ള ആളുകളാണ്. അവർക്ക് എത്രത്തോളം ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നത് എന്നൊക്കെ പറയാം. ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നോട്ടം കൊടുങ്ങല്ലൂരോ പുതുക്കാടൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് മാറിപ്പോയി BJPക്ക് സീറ്റ് കൊടുക്കാതെ കാണിക്കണമല്ലോ. വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഞാൻ വിജയിച്ചു വന്നാൽ ഞാൻ ഒരു വിഭാഗത്തിന്റെ മാത്രം സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് തന്നെയാണ് പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു കൃത്യമായൊരു മെസ്സേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് രാകേഷ് പറഞ്ഞ പോലെ യോഗി UPയിൽ പയറ്റിയ ഒരു ഫോർമുല എങ്ങനെയാണോ ആ ഫോർമുലയുടെ ഒരു ചെറിയ പരീക്ഷണം എന്ന നിലയിൽ ഇല്ല വർക്കാവില്ല. പക്ഷേ അത് പരീക്ഷ നോക്കാമെന്നുള്ളതായിരിക്കുമല്ലോ. എല്ലാം ഓരോ ഘട്ടത്തിൽ എറിഞ്ഞെറിഞ്ഞാണല്ലോ അവർക്ക് അതിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ്. എനിക്ക് പക്ഷേ നിവേദിത മത്സരിച്ച് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ അത് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു? 9,000 വേണ്ടേ ഉള്ളൂ. നിവേദിത വേറൊരു തരത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ മത്സരിച്ച് എല്ലായിടത്തും വോട്ട് ഉയർത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് ഒരു ബേസ് വോട്ടായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് തോന്നുന്നു നിവേദിത പിടിച്ച ഒരു വോട്ട്. മാത്രമല്ല ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ തൃശ്ശൂർ പാർലമെന്റ് നിയമസഭാ മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ പൊതു ട്രെൻഡിന് വിപരീതമായി ചിന്തിച്ച ഒരു സ്ഥലം കൂടിയാണ് ഗുരുവായൂർ മണ്ഡലം. ഏതാണ്ട് 7,000-8,000 ഇടയിലായിരുന്നു അന്ന് കെ മുരളീധരന്റെ ഭൂരിപക്ഷം. കെ മുരളീധരൻ മൂന്നാമതായ സ്ഥലമാണ്. എന്നിട്ട് പോലും 7,000-8,000 വോട്ടുകൾ ലീഡ് കൊടുക്കാൻ കഴിയും. BJPയുടെ B ക്ലാസ് മണ്ഡലമോ ഉള്ളൂ. അതെ B ക്ലാസ് മാത്രമാണ് അവരുടെ കണക്കൂട്ടിൽ ഗുരുവായൂരുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിഭജന രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല. അതെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ധ്രുവീകരണം പറഞ്ഞില്ല കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അതിനേക്കാൾ ഗുരുവായൂരിനൊപ്പമോ അതിനേക്കാളോ പ്രാധാന്യമുള്ള എത്ര ക്ഷേത്രങ്ങളുള്ള എത്ര സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞാൽ തൃശ്ശൂർ നമ്മുടെ ക്ഷേത്രം. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട പറയുമ്പോൾ റാന്നി നല്ല മണ്ഡലം വരിക. അതെ 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 തീർച്ചയായും. എന്തായാലും നമ്മളുടെ റാന്നിയാണ്. നമ്മുടെ സമയം എന്തായാലും പൂർത്തിയാണ്. എന്നാലും ഗുരുവായൂർ മണ്ഡലത്തിലെ സജീവ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് പതിവിന് വിപരീതമായി ഇത്തവണ അവിടെ ഒരു മറ്റൊരു തരത്തിൽ വർഗീയ കാർഡ് ഇറക്കി കളിക്കാനൊരു ശ്രമം സ്വാഭാവികമായും BJPയുടെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ ആരോപണമുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുകയാണ്. എന്തായാലും ആ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ആളുകൾ എന്ത് തീരുമാനിക്കുമെന്നുള്ളതും BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടിംഗ് ശതമാനം എത്രയാണ് എന്നുള്ളതും കേരളം ഉറ്റുനോക്കുക തന്നെ ചെയ്യും. കാരണം ആ പ്രചാരണത്തിന് എത്രത്തോളം ആളുകൾ ഇടം നൽകി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി കേരളത്തിൻ്റെ മണ്ണിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്തായാലും ഇന്നത്തെ വോട്ടും ഘട്ടന ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് മറ്റൊരു മണ്ഡലവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.